എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഒരു പ്രഭാത വന്ദനം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളതായ വിഷയം ഒരു കൃത്യമായ അളവ് എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ 16:11 ഇപ്രകാരം പറയുന്നു: ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവൻ്റെ പ്രവൃത്തിയാകുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കോളനിയിൽ നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്രക്കാർക്ക് അവരുടെ കയ്യിലുള്ള കടലാസ് നോട്ടുകൾക്കുള്ള വ്യത്യസ്ത മൂല്യങ്ങളെക്കാൾ വേറെ വലിയ ആവലാതിയും തീർച്ചയായും ഉണ്ടാകില്ല എന്ന് 1742 അമേരിക്കയിലേക്കുള്ള ഒരു ഇംഗ്ലീഷ് സന്ദർശകൻ എഴുതി. അമേരിക്കൻ വിപ്ലവത്തിന് മുമ്പുള്ള പണമൂല്യങ്ങൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നു. ഓരോ കോളനിക്കും അതിൻ്റേതായ സാമ്പത്തിക സമ്പ്രദായങ്ങളും കൈമാറ്റ നിയമങ്ങളും നാണയ വിനിമയ നിരക്കുകളും ഉണ്ടായിരുന്നു. ഓരോ കോളനികളും സ്വന്തമായ കടലാസ് പണവും ഉണ്ടായിരുന്നു. നാണയ നിർമ്മാണ നിയമം അമേരിക്കൻ ഡോളറിനെ രാജ്യത്തെ പണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായി സൃഷ്ടിച്ചു. ഇത് US നാണയശാല സൃഷ്ടിക്കുകയും മറ്റു സംസ്ഥാനങ്ങളിൽ നാണയങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു. നിയമാനുസൃതമായ കൈമാറ്റത്തിന് പ്രഖ്യാപിച്ച പണത്തിൻ്റെ യൂണിറ്റായി വെള്ളി ഡോളറിനെ ഈ നിയമം ഉറപ്പിച്ചു. ഇത് US കറൻസിക്ക് ഒരു ദശാംശ സംവിധാനം സജ്ജമാക്കി. പ്രപഞ്ചത്തിലെ നീതിയുടെ മാനദണ്ഡം ദൈവത്തിൻ്റെ നിയമമാണ്. നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൻ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. സങ്കീർത്തനം 119:172 പ്രകാരം പറയുന്നു. ഇന്ന് ദാവീദ് ദൈവത്തെക്കുറിച്ച് എഴുതി. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അവരുടെ സ്വന്തം പണവ്യവസ്ഥകളും നീതിന്യായ നിയമങ്ങളും സ്ഥാപിക്കുമ്പോൾ 10 കൽപ്പനകൾ ലോകത്തിൻ്റെ അന്തിമ വിധിന്യായത്തിൽ ഉപയോഗിക്കുന്ന തത്വങ്ങൾക്ക് അടിയറയിടുന്നു. ശലോമോൻ രാജാവ് ഇപ്രകാരം പറഞ്ഞു: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗി 12:13-14 ഈ വാക്യങ്ങൾ. ഒരു കമ്മിറ്റിയോ ജനകീയ വോട്ടെടുപ്പോ ഭൗമിക ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അല്ല വിധിന്യായത്തിനുള്ള മാനദണ്ഡം സ്ഥാപിക്കുന്നത്. മനസാക്ഷി പോലും ആളുകളെ നീതിപൂർവം നയിക്കുന്നതിനുള്ള ഒരു മോശം വഴികാട്ടിയാണ്. അപ്പോസ്തലനായ പൗലോസ് ചില മനസാക്ഷികളെ ബലഹീനമായി വിശേഷിപ്പിക്കുന്നു. കള്ളം പറയുന്നവരുടെയും കാപട്യമുള്ളവരുടെയും മനസാക്ഷി സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി എന്ന് പറയുന്നു. ആദ്യകാല അമേരിക്കൻ ചരിത്രത്തിലെ പണമൂല്യങ്ങൾ അസ്ഥിരമായിരുന്നതുപോലെ മനുഷ്യരുടെ മനസ്സിന് യഥാർത്ഥ നീതി കൃത്യമായി നിർണ്ണയിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ മഹത്തായ നിലവാരത്തോട് അവൻ്റെ വിശുദ്ധ നിയമത്തോട് താരതമ്യം ചെയ്തിരിക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ പാപത്തിലേക്ക് ഉഴലുന്നതിൽ നിന്ന് നമ്മെ തടയുവാൻ കഴിയുള്ളൂ. ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും ഇപ്രകാരമാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഏറ്റവും അനുഗ്രഹപ്പെട്ടതായി തീരുകയുള്ളൂ. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനും അടികളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അല്പസമയം അങ്ങയോടത്ത് ചിലവഴിക്കുവാനായിട്ട് അനുവദിച്ചു തന്ന സമയത്തിനെ നിന്നിവിടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്നതായ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളെല്ലാവരും അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും അങ്ങയുടെ നിയമത്തിനനുസരിച്ച് ജീവിക്കുവാനും അടിയങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് യാചിക്കുന്നു. അങ്ങനെ അതിലൂടെ അടിയങ്ങളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മുതൽക്കൂട്ടായി തീരുവാൻ തൊക്കെ ഇടയാകുമാറാകണമെന്ന് അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ ബലിയർപ്പിച്ച പൊന്നേശു തമ്പുരാന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ടുത്തരം അരുളുമാറാകണമേ.